ഫ്രണ്ട്സ്, ഉൾനാടൻ ഫിഷിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെല്ലാനത്താണ് ചൂണ്ടിടാൻ വന്നേക്കുന്ന. ഇന്ന് 1-2 പേര് ഇവിടെ നിൽപ്പുള്ള. അനിച്ചേട്ടൻ നിൽപ്പുണ്ട്, AJM ബ്ലോഗിൻ്റെ അനിച്ചേട്ടനുണ്ട്. അവിടെ വേറെ ഒരാൾ നിൽപ്പുണ്ട്. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. ചൂടൻ ചെമ്മീനാണ് നമ്മൾ ആദ്യം നോക്കിയത്. ചൂടൻ ചെമ്മീനിൽ ഇട്ടിട്ട് ഒന്നും അടിക്കാത്ത കാരണം നമ്മളത് കുറച്ച് വറ്റയുടെ ആക്ടിവിറ്റി കണ്ട കാരണം നമ്മൾ സബുക്കി റിഗ് വെച്ച് മീനെ പിടിക്കാനായിട്ട് നോക്കിയിട്ട് സബുക്കി ഉപയോഗിച്ചാണ് നമ്മളിന്ന് വറ്റാനെ പിടിക്കുന്നത്. വറ്റയാണ് നമുക്ക് ഓൾറെഡി 2 വറ്റ കിട്ടിയായിരുന്നു. നമ്മളിത് സബുക്കി 6-7 ഹുക്കിൻ്റെ സബുക്കിയാണ്. ഇത് റെഡിമെയ്ഡ് സബുക്കിയാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്. നമ്മളത് കാശ് ചെയ്യാൻ പോകുന്നു. വെള്ളം ഇച്ചിരി റഫായിട്ടുണ്ട്, എന്നാലും തെളിവാണ്, കലക്കലില്ല. നമ്മളത് ഫസ്റ്റ് കാസ്റ്റ് ചെയ്യാൻ പോകുന്നു. സബുക്കി അഥവാ കുലുക്കി എന്നൊക്കെ പറയുന്നതാണ്. നമ്മളിത് താഴ്ന്നവരെ വെയിറ്റ് ചെയ്ത് നമ്മൾ റിട്രൈവ് ചെയ്തെടുക്കണം. പതുക്കെ ഇങ്ങനെ സ്റ്റിക്ക് താത്തി പിടിച്ച് വലിച്ചാൽ മതി. വേണമെങ്കിൽ ഒരു ആക്ഷനും കൂടി കൊടുത്താൽ ഒന്നും കൂടെ എഫക്റ്റീവ് ആയിരിക്കും മീനടിക്കാനായിട്ട്. ചരിച്ചും പൊക്കിയും നൈസായിട്ട് ടിച്ച് ചെയ്താണ് നമ്മൾ പൊക്കിയത്. അതെ, നമുക്ക് മീനടിച്ചിട്ടുണ്ട്. വറ്റപ്പാരയാണ് അടിച്ചേക്കണം, വറ്റപ്പാര മീനടിച്ച് അതെ. വറ്റമാല മീനടിച്ച് ഗൈസ്, മീനടിച്ച്. അടിപൊളി. അടുത്ത ഇത് കാശ് ചെയ്യാനായിട്ട് നമ്മൾ താഴത്തോട്ട് ഇറങ്ങിയാണ്. ഇത് താഴത്തോട്ട് നിന്നാണ്. ഇത് ഇച്ചിരി നീളമുള്ള സബുക്കിയാറ് നമുക്ക് കണക്ക് പറഞ്ഞാൽ ഇത് 7 ഫീറ്റ് റോഡാണ്. ഇതിന് വേണ്ടത് സബുക്കിയൊക്കെ കാശ് ചെയ്യാനായിട്ട് നമുക്ക് 10 ഫീറ്റ് റോഡ് മാക്സിമം, കുറഞ്ഞ 10 ഫീറ്റെങ്കിലും വേണം. എന്നാലേ ഉള്ളത് ഇച്ചിരി ലോങ് കാശ് ചെയ്യാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമ്മുടെ മേത്തോടക്കാനൊക്കെ ആയിട്ടുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് റോഡിന് 2-3 രീതിക്ക് നമുക്കിത് സബുക്കി വലിക്കാം. സബുക്കി പൊക്കത്തിൽ കൂടി വലിക്കാം, താത്തി വലിക്കാം, റോഡ് താത്തി വലിക്കാം, റോഡ് പൊക്കി പിടിച്ച് വലിക്കാം. അതിനിടക്ക് റോഡിൽ ഒരു ആക്ഷനും കൂടി കൊടുത്ത് വലിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. പെട്ടെന്ന് മീനടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്കത് അടുത്തൊരു ഇതിനകത്തൊരു വറ്റ അടിച്ചിട്ടുള്ളു. പിന്നെ ഒരു വറ്റയാണ് നമ്മൾ അടിച്ചത്. ഇപ്പോഴും കല്ലിക്കൂടി മുകളിൽ പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കവറ് നമ്മുടെ പാൻറ്റിൻ്റെ ഒരു ഹുക്കിൻ്റെ സൈഡിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അതിലേക്ക് മീനിടിയാണ്. അതൊക്കെ നമ്മൾ മീനിടിയാണ് അതിനകത്തേക്ക്. അടുത്തത് നമ്മൾ കാശി ഇടിയാണ്. നമ്മൾ ഒറ്റക്കാണ് നമ്മുടെ ക്യാമറ ഒരു സ്റ്റാൻഡിൽ വെച്ചേക്കുന്നത്. അതാണ് ഈ ഒരൊറ്റ പൊസിഷൻ തന്നെ ഇങ്ങനെ കാണുന്നത്. നമ്മുടെ കൂടത്തിൽ വേറെ ആരും ഇല്ല, നമ്മൾ ഒറ്റക്കാണ്. ഇതിനപ്പുറത്ത് അനിച്ചേട്ടൻ നിൽപ്പുണ്ട്, പുള്ളിയപ്പോൾ വേറെ ചൂണ്ടയിടിയാണ്. അപ്പം നമ്മുടെ ക്യാമറ ഒരു ബാഗിൻ്റെ അകത്ത് നമ്മൾ സ്റ്റാൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇതാണ് പോകുന്നത്. നമ്മൾ കാശ് ചെയ്യണത്. കാശ് ചെയ്ത് ട്രൈ ചെയ്തെടുക്കുകയാണ്, നോക്കിയാണ് വല്ല അടിക്കുകയോ ഇല്ലെന്ന് നോക്കാം. ആദ്യം ഒരു വറ്റയും കൂടി അടിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു വറ്റപ്പാരയും കൂടി അടിച്ച്, ചെറുതാണ്, ഇടത്തരം സൈസാണ് നമുക്ക് അടിക്കുന്നത് വറ്റപ്പാര. അത് നമ്മളെ ഫ്രണ്ടിൽ കവറുണ്ട്, ആ കവറിലേക്ക് ഇട്ട ഇടിയാണ്. അപ്പോൾ ചെല്ലാനത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ചൂണ്ടിടാൻ വന്നപ്പോഴും കുട്ടനും പല്ലിയും ഒക്കെയാണ്, കതിരാനും ഒക്കെയാണ് അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒറ്റയായിട്ടൊക്കെ നമ്മൾ തിരിച്ച് ചൂണ്ട വലിച്ചെടുക്കുമ്പോൾ അതിനകത്ത് വറ്റ അടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ശനിയാഴ്ച നമ്മൾ ചൂണ്ടിടുന്നത്. അപ്പോൾ നമ്മൾ സബുക്കി വാങ്ങിച്ചിട്ട് വന്നത്. സബുക്കി ഒന്ന് വലിച്ചു നോക്കാമെന്ന് ഓർത്തു. അപ്പോൾ ജെ ഡി ടീമൊക്കെ വന്ന് ഇട്ടേച്ചും പോയായിരുന്നു അവർ. അപ്പോൾ അവർക്ക് കുറച്ച് വറ്റ ഒരു ചെമ്പല്ലി സബുക്കിയിലടിച്ച്. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഒന്ന് സബുക്കി വലിച്ചു നോക്കണം. ഞങ്ങൾ ആദ്യം ചൂടൻ ചെമ്മീനായിരുന്നു വലിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് അടുത്തൊരു വറ്റയും കൂടി അടിച്ചിട്ടുണ്ട്. സബുക്കിയിലാണ്. ഇപ്പോൾ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്, പക്ഷെ കുറവാണ് അടിക്കുന്നത്. ആദ്യത്തെ അതിൽ മാത്രമേ നമുക്ക് ഫുള്ള് സബുക്കിയിൽ മീൻ കയറിയുള്ളൂ. 1-2 ഹുക്ക് വിട്ട് ബാക്കി എല്ലാത്തിലും കയറി. പിന്നെ കയറി കൂടുതലാണ്. നമ്മൾ ഒത്തിരി പറ്റിച്ച് പോയിന്നാണ് ഇടണത്. അപ്പോൾ വെള്ളം അടിച്ച് മേത്ത് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ അടുത്തത് കാശ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് റിട്രൈവ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ 2-3 രീതിക്ക് റിട്രൈവ് ചെയ്യുമ്പോൾ ആക്ഷൻ കൊടുക്കുന്നുണ്ട്. ഒന്ന് താത്തി വലിക്കുന്നുണ്ട്, ഒന്ന് പൊക്കി ജിഗ്ഗിങ്ങിൻ്റെ ശൈലിയിൽ നമ്മൾ വലിക്കുന്നുണ്ട്. 2-3 രീതിക്കൊക്കെ നമ്മളിത് സബുക്കി ചെയ്യുന്നുണ്ട്. നമുക്ക് സബുക്കി എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മീൻ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ 100% റിസൾട്ട് കിട്ടും. അടിക്കും വറ്റയാണ് കൂടുതലും അടിക്കണം. പിന്നെ വല്ലപ്പോഴും ഒക്കെ ചെമ്പല്ലി എന്തെങ്കിലും അടിയത്. നമുക്ക് അടുത്തൊരു മീനും കൂടി അടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് എത്ര കിട്ടിയെന്ന് നോക്കാം. ഇതിലിത് നമുക്ക് രണ്ട് ഹുക്കിൽ മീൻ കയറിയിട്ടുണ്ട്.
രണ്ടെണ്ണം കയറിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ചെല്ലാനത്ത് ഇത് ശനിയാഴ്ചയാണ് നമ്മൾ ഇടുന്നത്. ഞായറാഴ്ച കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ചയൊക്കെ നമ്മൾ വന്നായിരുന്നു, പക്ഷെ നമുക്ക് അന്നേരം ഒന്നും അടിച്ചില്ലായിരുന്നു. കുറച്ച് കുട്ടനും 2-3 കതിരാനും പിന്നെ വറ്റയാണ് അടിച്ചത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ശനിയാഴ്ച ആരും ഇല്ല. ഇപ്പോൾ ഞങ്ങളൊരു 2-3 പേരേ ഉള്ളൂ ഇവിടെ. നമ്മുടെ ഫ്രണ്ടിൽ ഈ കവർ കെട്ടിയേക്കണം, അതിനകത്ത് ഇട്ടേക്കാണ്, കയറി പോകണ്ട. അപ്പം അത് വഴുവഴുത്ത് കിടക്കണ കല്ലാണ്, നമുക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. മുകളിലേക്ക് കയറി മുകളിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതാണ് നമ്മൾ മീനിടുന്ന നമ്മുടെ കവർ പൊക്കത്തിലായിരുന്നു. നമ്മുടെ ക്യാമറയുടെ ഒരു പൊസിഷനൊന്ന് നേരെയാക്കി വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും, നമ്മൾ പോയിന് അടുത്ത കാശിയിടാൻ. അടുത്തത് കാശിയിട്ട് ഒറ്റ ഹുക്കിൽ ഒറ്റ അടിച്ചിട്ടുള്ളൂ. ഒരു വല്ല അടിക്കാൻ നോക്കാം. ഒരു വറ്റ അടിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന 7 ഫീറ്റ് റോഡാണ്. വൈൽഡ് ക്യാറ്റിൻ്റെ 7 ഫീറ്റ് റോഡ്. പയനിയർ ഫ്ലാഷിൻ്റെ 4000 റീലുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രൈഡ് ലുക്കാനയുടെ നാനോ പ്രൈഡാണ് ഉപയോഗിക്കുന്നത്. എല്ലായിടത്തും ഇപ്പോൾ ഈ വറ്റപ്പാരയുടെ ആക്ടിവിറ്റി ഉണ്ട്. എല്ലായിടത്തും ചെറുതാണ് അടിക്കുന്നത്, എല്ലാ സൈഡും അടിക്കുന്നുണ്ട് മീൻ. അടുത്ത നമ്മൾ കാശ് ഇടുന്നുണ്ട്. കാശയിട്ട് നമ്മൾ പതുക്കെ ഡ്രൈവ് ചെയ്തെടുക്കുകയാണ്. ചെറുതായിട്ട് റോഡിൽ ആക്ഷൻ കൊടുത്ത് വലിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ജിഗ്ഗിങ്ങിൻ്റെ ഒരു ശൈലിയിലാണ് റോഡ് ജിഗ് ചെയ്യണത്, മുകളിലും താഴത്തേക്ക്. ഒന്ന് വലിച്ചു പൊക്കി എന്നിട്ട് ഡ്രോപ്പ് ചെയ്യും. വലിച്ചു വെക്കും ഡ്രോപ്പ് ചെയ്യും, വലിച്ചു വെക്കും ഡ്രോപ്പ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ജിഗ്ഗിങ്ങിൻ്റെ ശൈലിയിൽ സൈഡും വലിക്കുന്നുണ്ട്, ഒന്ന് ചെറിയൊരു ആക്ഷൻ കൊടുക്കും. ഇതേമാതിരിയാണ് നമ്മൾ ചെറുതായിട്ട് സബിക്കിയിൽ ആക്ഷൻ കൊടുക്കുന്നത്. നമ്മുടെ ജിഗ്ഗിങ് ശൈലിയാണ്. നമുക്ക് അടുത്തൊരു വറ്റയും കൂടി അടിച്ചിട്ടുണ്ട്. ചെറിയ സൈസ് വറ്റയാണ്, വറ്റപ്പാര എന്നൊക്കെ ഇതിനെ പറയണത്. ചെറിയ വറ്റയാണ്. അടുത്ത നമ്മൾ കാശി ഇട്ടിട്ടുണ്ട്. അടുത്ത ഒരെണ്ണം കൂടി കാശി ഇട്ടിട്ടുണ്ട്. നമ്മൾ ജിഗ് ചെയ്തെടുക്കുകയാണ്. കുട്ടിക്ക് ഒത്തിരി ഡീപ്പിലേക്ക് താഴണ്ട, ഒരു മിഡിലെത്തുമ്പോൾ പതുക്കെ വലിച്ചു തുടങ്ങും. വറ്റയൊക്കെ മിഡിലും ടോപ്പിലും ഒക്കെയാണ് നിൽക്കണം, എറിയെടുക്കണതാണ്. നൈസായിട്ട് ജിഗ് ചെയ്യാണ് നമ്മൾ. ജിഗ്ഗിങ് മെത്തേഡാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ജിഗ് ചെയ്തെടുക്കുകയാണ്. മീൻ വല്ലതും നമുക്ക് അടിക്കാൻ നോക്കാം. നമുക്കത് ഒരു മീൻ അടിച്ചിട്ടുണ്ട്. എന്നാ നമുക്ക് ഇച്ചിരി വെയിറ്റ് തന്നിട്ടുണ്ട്. എന്തോ ഒരു നച്ചക്കയാണ്. ഒരു നച്ചക്ക ഫൗൾ ഹൂക്കിൽ കയറിയേക്കണതാണ്. നച്ചക്ക നമ്മൾ നച്ച് എന്നാണ് പറയുന്നത്. നച്ചക്കയാണ്. ഇത് ഇച്ചിരി ഡേഞ്ചർ ഫിഷാണ്. ഇതിൻ്റെ കൊത്തു കൊണ്ട് കഴിഞ്ഞാൽ നല്ല കട്ട് കിഴപ്പായിരിക്കും. സബുക്കിൽ ഫൗൾ ഹൂക്കിൽ അടിച്ച നച്ചക്കയാണ്. വറ്റപ്പാരക്കൊക്കെ മുള്ളില്ലാത്ത കാരണം നമുക്ക് കവർ നമ്മുടെ പാൻറ്റയിൽ കെട്ടിയിടാം. പക്ഷെ നച്ചക്കയുടെ മുള്ളിൽ ഇച്ചിരി ഡേഞ്ചർ മുള്ളാണ്. ചിലപ്പോൾ നല്ല കട്ടുകിഴപ്പാണ് മുള്ളു കൊണ്ട് കഴിഞ്ഞാൽ. അത് കാരണം നമ്മളത് അഴിച്ചിട്ട് കവർ അഴിച്ച് നമ്മൾ താഴത്ത് വെച്ചിട്ടാണത് മീനിടുന്നത്. വറ്റപ്പാരയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അവിടെ സൈഡിട്ട് എടുക്കാം. നച്ചക്കേന അങ്ങനെ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളത് മുകളിലേക്ക് വെച്ച് കവറിലിടിയാണ്. അടുത്ത നമ്മൾ കാശി ഇടിയാണ്. സബിക്ക് കാശി ഇടിയാണ്. കാശി ഇട്ടിട്ട് നമ്മളിത് പതുക്കെ റിട്രൈവ് ചെയ്യുന്നതായില്ല. ജിഗ്ഗിങ് മെത്തേഡ് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കൊരെണ്ണം അടിച്ച കാരണം നമ്മൾ ഒരു ഹോൾ ഹൂക്ക് കയറി ഒരു നച്ചക്ക അടിച്ച്. ഇനി നച്ചക്ക അവിടെ കൂട്ടമായിട്ട് നിൽക്കുന്ന മീനാണ്. അപ്പോൾ അതിനിടയ്ക്കിട്ട് നമ്മൾ ജിഗ് ചെയ്ത് കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട് പിന്നെ അടിക്കാനായിട്ട്. ചെറിയ മീനാണെന്ന് ഓർത്ത് ഇല്ലെങ്കിൽ വന്ന് കയറിയെടുക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അടുത്താൻ കൂടി അടിച്ചിട്ടുണ്ട്. വീണ്ടും നമുക്കൊരു വറ്റ അടിച്ചേക്കണം. ഈ ജിഗ്ഗിങ്ങിൽ നമുക്ക് 2 വറ്റ അടിച്ച് 2 വറ്റ കയറി.
പിന്നെ നമ്മളടുത്ത കാശിയാണ്. വീണ്ടും നമ്മളിത് കാശി ഇട്ടിട്ടുണ്ട്. പതുക്കെ ഇത് താന്ന് കഴിയുമ്പോൾ വീണ്ടും നമ്മളിത് റിട്രൈ ചെയ്യാൻ തുടങ്ങി. ഇത് നമ്മൾ താത്തിയാണ് വലിക്കുക. താത്തി വലിച്ചിട്ടാണ് ചെറിയ റോഡിന് ആക്ഷൻ കൊടുത്ത് വലിച്ചത്. അതിന് നമുക്കൊന്നും അടിച്ചില്ല. അടുത്ത വീണ്ടും നമ്മൾ കാശിയിട്ട് ഇന്നും ജിഗിങ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജിഗ് എടുക്കുന്നു. നമുക്ക് അതിനകത്ത് ഒരു ഒറ്റ അടിച്ചു, ഒരിടത്തരം ഒരു ഒറ്റയാണ് അടിച്ചത്. നമുക്ക് കവറൊക്കെ മാറ്റി വയ്ക്കുന്നു. ഇവിടെ പോയിട്ട് കവർ ഇടാം. റോഡ് നമ്മളവിടെ കുത്തി വെച്ച് നമ്മൾ കവറിലിടാൻ പോകും. എന്നിട്ട് നമ്മൾ അടുത്ത കാശിയാനായിട്ട് വന്നു. അടുത്ത വീണ്ടും കാശി ഇടിയാണ്. സെയിം സബ്ജിയാണ് കാശി ഇടുന്നത്. എന്നിട്ട് നമ്മളത് വീണ്ടും ട്രൈ ചെയ്ത് തുടങ്ങി. ജിഗിങ് മെത്തേഡ് ഉപയോഗിക്കുന്നു. മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് 2-3 രീതിക്ക് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഏതിനാണ് ആ റിസൾട്ട് കിട്ടണം എന്ന് പറയാൻ നമുക്ക് അടുത്തൊരാൾ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു മീൻ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. വറ്റയാണോ എന്താണെന്ന് നോക്കാം. അടിപൊളി. ഇതേ ഒരു വലിയൊരു നച്ചക്കടിച്ചാണ്. അടിപൊളി ഒരു വലിയൊരു നച്ചക്കടി. എന്നിട്ട് നമുക്ക് പാളൂട്ടിൽ നേരത്തെ ഒരു ഇടത്തരായിരുന്നു. അത്യാവശ്യം നല്ല വലിയൊരു നച്ചക്കൻ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൈസ് നച്ചക്കൻ. വീണ്ടും അടുത്ത നമ്മൾ കാശ് ഇട്ടിട്ടുണ്ട്. വീണ്ടും നമ്മൾ റിട്രൈവ് ചെയ്യുന്നു. ഇതിലും വല്ല അടിക്കാൻ നോക്കാം. നമ്മൾ ജിഗിങ് മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. മുമ്പ് നച്ചക്ക അടിച്ചില്ല. അതേമാതിരി എന്തെങ്കിലും ഹോൾ ഹുക്ക് ആവുമല്ലോ എന്നറിയാനായിട്ടാണ് ജിഗ് ചെയ്യുന്നത്. അതിൽ നമുക്കൊരു ഒറ്റയും കൂടി അടിച്ചു. ജിഗിങ് നല്ല പ്രോപ്പറാണ്. നമ്മൾ നോർമൽ മെറ്റൽ ജിഗുകൾ നമ്മളെ ജിഗ് ചെയ്യണ ഒരു മെത്തേഡാണ് ഇത്. സബ്ജി അങ്ങനെ ചെയ്യാം. പക്ഷേ അതിനകത്ത് നല്ല റിസൾട്ട് ഉണ്ട്. ആ മീൻ താഴത്തോട്ട് പോയി ഗൈസ്. അതെടുക്കാനായിട്ട് നമ്മൾ ആ കല്ലിൻ്റെ സൈഡിൽ തന്നെ വീണ്. അത് വെള്ളത്തിലേക്ക് പോയില്ല. നമ്മളിത് അത് എടുക്കാനായിട്ട് താഴത്തോട്ട് ഇറങ്ങി. അതെടുത്ത് കേട്ടോ. എടുത്ത് മീൻ എടുത്ത് വന്നു. പിന്നെ നമ്മളത് വീണ്ടും ഇട്ടിട്ട് അത് നോക്കാൻ പോയി. അടുത്ത വീണ്ടും കാശ് ചെയ്യാൻ പോകുന്നു. കാശ് ചെയ്ത് പറ്റക്ക് അധികം ലോങ് അറിയേണ്ട കാര്യമില്ല. പറ്റുന്നത് നമുക്ക് അരികിലാണ് അടിക്കുന്നത് കൂടുതലായിട്ട്. അതായത് നമുക്ക് അരികിൽ നിന്നാണ് കൂടുതൽ അടിക്കുന്നത്. അടുക്കുന്നുണ്ട് അടിക്കുന്നത്. ജിഗ് ചെയ്തെടുക്കുന്നത്. നമ്മൾ അതിലൊന്നും കിട്ടില്ല. അടുത്ത കാശിയിട്ട് ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. വീണ്ടും നമുക്കൊരു മീൻ കൂടി അടിച്ചിട്ടുണ്ട്. ജിഗിങ് ചെയ്ത് അടുത്തൊരു മീനാന്ന് നോക്കാം. വീണ്ടും നമുക്ക് വറ്റാൻ അടിച്ചിട്ടുണ്ട്. 2 വറ്റ അടിച്ചു. അതാണ് ഇത്തിരി വെയിറ്റ് വന്നത്. 2 വറ്റപ്പരകൾ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഇടത്തരാണ്. ഇടത്തരം പറ്റി നല്ല അടിക്കുന്നത്. മൊത്തത്തിൽ 2 വറ്റ. ഈ റോഡിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സബുക്കി ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് ഉപയോഗിച്ച ദിവസം തന്നെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അടിപൊളിയാണ്. ഇന്നത്തെ ഫിഷിങ് അടിപൊളിയായിരുന്നു. നമുക്ക് ഇന്ന് കിട്ടിയ മീനുകളാണ് കുറച്ച് വറ്റപ്പാര്, 2 നച്ചറ ഹോൾഹുക്കിൽ കയറി. ഇതേപോലെയുള്ള വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ല നമുക്ക് ഇനിയും വീഡിയോകൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.